ഫാമിങ്ങിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നൊരു മെക്കാനിസം, ഈ കൃഷി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ഫ്രൂട്ട്സ്, സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് വാല്യുവേഷൻ, ഇതെല്ലാം കിട്ടണമെങ്കിൽ കൃഷി സയൻറ്റിഫിക്കായിട്ട് ചെയ്താലേ ഒക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ ഇനിയുള്ള ന്യൂ ജനറേഷൻകാർക്ക് കൂടി കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1200 1300 വിലയുള്ള സാധനത്തിന് ഇവിടെ ചെറുകിട കർഷകർക്ക് കിട്ടുന്നത് 300-400 രൂപയാണ്. 2 വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷം അടുത്ത 2 വെറൈറ്റി കൂടി കൃഷി ചെയ്യും. സ്ട്രോബെറിക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ലപോലെ വളരും. മാത്രമല്ല, ഇവിടെ വളരുന്ന സ്ട്രോബെറിക്ക് മറ്റെവിടെയും വളരുന്നേക്കാളും സ്വീറ്റും അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും എല്ലാം നല്ല വ്യത്യാസമുണ്ട്. എന്നും വിനോദസഞ്ചാരികളുടെ പ്രിയ ഇടമാണ് ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ. മൂന്നാറിലെ മഞ്ഞുമൂടിയ തേയിലത്തോട്ടങ്ങളുടെ സൗന്ദര്യം നുകർന്ന് കാന്തല്ലൂരിലെത്തിയാൽ പിന്നെ സവിശേഷ പഴരുചികളുടെ സ്വർഗീയ മധുരം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇപ്പോൾ മൂന്നാർ കാന്തല്ലൂർ വഴിയോരമാകെ നേലി ഗുൽമോഹറിന്റെ പൂക്കാലമാണ്. വസന്തകാലത്തിൻ്റെ ആലസ്യതയിൽ മതിമറന്നു നിൽക്കുന്ന ഈ നീല പൂമരങ്ങളുടെ വർണ്ണശോഭ ആസ്വദിച്ചു മാത്രമേ നിങ്ങൾക്ക് മലമുകളിലേക്ക് കടക്കാൻ കഴിയൂ. മറയൂരിൽ നിന്നും പാമ്പാർ പുഴ കടന്ന് കോവിൽക്കടവ് പാലത്തിലൂടെ കാന്തല്ലൂരിലേക്ക് പ്രവേശിക്കുകയാണ്. ശിലായുഗ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന മുനിയറകളും ആനക്കോട്ടപ്പാറയിൽ നിന്നുള്ള ദൃശ്യഭംഗിയും കാന്തല്ലൂരിനെ കൂടുതൽ മനോഹരിയാക്കുകയാണ്. പതിനാറ് ഏക്കറിലെ സ്ട്രോബെറി കാഴ്ചകളാണ് കാന്തല്ലൂർ ബെറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംരംഭകർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ കൃഷിയും ടൂറിസവും ഒത്തുചേർന്ന് നടപ്പിലാക്കിയിരിക്കുന്ന ഈ അഗ്രി ടൂറിസം സംരംഭം ഏവർക്കും ഒരു മാതൃകയാണ്. കാന്തല്ലൂർ കണ്ട് ആസ്വദിക്കുവാൻ വരുന്നവർക്ക് സ്ട്രോബെറി കൃഷികൾ കാണുവാനും അറിയുവാനും വാങ്ങുവാനുമുള്ള സൗകര്യത്തോടെ ഫാം ടൂറിസം ഫലപ്രദമായി നടപ്പിലാക്കിയിരിക്കുകയാണ് ഇവിടെ. മനോഹരമായി ഒരുക്കിയ പുല്ലുമേഞ്ഞ കവാടവും പ്രവേശന വഴികളും കാന്തല്ലൂർ ബെറീസ് അഴകിന് മാറ്റുകൂട്ടുന്നവയാണ്. കൃഷിയുടെ വളർച്ച ഗ്രാമത്തിൻ്റെ വളർച്ച കൂടിയാണ്. കൃഷിയുടെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും യുവ കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയുമാണ് ഫാം ടൂറിസം എന്ന ആശയത്തിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ ഇനിയുള്ള ന്യൂ ജനറേഷൻകാർക്ക് കൂടി കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പർട്ടിക്കുലർ ക്രോപ്പിലേക്ക് നമുക്കിപ്പം ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞ ടൗണിൽ മാത്രമേ സ്ട്രോബെറിക്ക് പറ്റുന്ന ക്ലൈമറ്റും സോയിലും മറ്റ് സൗകര്യങ്ങളും ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഗ്രാമത്തിൻ്റെ വികസനവും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുവരാൻ പറ്റും. അതുകൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1200 1300 വിലയുള്ള സാധനത്തിന് ഇവിടെ ചെറുകിട കർഷകർക്ക് കിട്ടുന്നത് 300-400 രൂപയാണ്. അപ്പോൾ ഈ കർഷകരെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ ക്രോപ്പിനൊക്കെ നല്ല വില കൊടുക്കാവുന്ന രീതിയിൽ ബൈബാക്ക് ചെയ്തിട്ട് നമ്മൾ വാല്യൂ എഡീഷനായിട്ടും ഫ്രൂട്ടായിട്ടും വിദേശത്തേക്കും മറ്റ് ബിഗ് പർച്ചേസുകളിലേക്ക് കയറ്റിവിടാനുള്ളൊരു ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഇതിന് മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ. അതിന് ഇനീഷ്യലി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു 5.5 ഏക്കർ സ്ഥലത്ത്
ഇപ്പോൾ ഫാം ഓൾമോസ്റ്റ് ഡെവലപ്പ് ചെയ്തു. അതൊരു പാർഷ്യൽ സക്സസ് ആണ്. 2 വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷം അടുത്ത 2 വെറൈറ്റി കൂടി കൃഷി ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ക്രോപ്പും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ടേസ്റ്റുമുള്ള 1-2 ഐറ്റത്തിലേക്ക് നമ്മൾ അടുത്ത വർഷങ്ങളിൽ കോൺസ്റ്റൻ്റായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യും. 5 ഏക്കറിൽ 45,000 തൈകളാണ് നടുന്നത്. കാലിഫോർണിയയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന നബീല എന്ന ഇനവും ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിന്റർ ഡ്രോൺ എന്ന ഇനവുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വിളഞ്ഞു തുടുത്ത സ്ട്രോബെറികൾ വിളവെടുക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. വിളവെടുത്ത പഴങ്ങൾ വാങ്ങുന്നതിനായി സന്ദർശകരുടെ തിരക്കാണ്. എല്ലാ ദിവസവും സ്ട്രോബെറികൾ ലഭിക്കുമെന്നത് കാന്തല്ലൂർ ബെറീസിന്റെ മാത്രം പ്രത്യേകതയാണ്. അതിനാൽ നിരവധി സന്ദർശകരാണ് ദിവസേന ഇവിടെ എത്തുന്നത്. വിളവെടുത്ത ചുവന്നു തുടുത്ത സ്ട്രോബെറികൾ പാക്ക് ചെയ്താണ് സന്ദർശകർക്ക് നൽകുന്നത്. മധുരവും ഒപ്പം ചെറിയ പുളിപ്പും ചേർന്ന ഈ വിദേശ ഇനം പഴങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമാണ്. കാന്തല്ലൂർ സന്ദർശിക്കുന്ന സഞ്ചാരികളിൽ ഏറിയവരും ഈ ഫാം ടൂറിസം കാഴ്ചകൾ അനുഭവിച്ചറിയാൻ ഇവിടെയും എത്തുന്നുണ്ട്. இங்கே கேரளா காந்தலூர் வந்ததில் இங்கே ஸ்ட்ராபெரி ஃபார்ம் லேண்ட் ஹவுஸு ஃபார்ம் பண்ணுறது ரொம்ப நல்லா இருக்குது. இங்கே இந்த ஸ்ட்ராபெரி இது வரைக்கும் நாம் பார்த்ததில்லை. இங்கே வந்து பார்த்த ஒருபாடு ரொம்ப நல்லா இருக்குது, ഫൈനാ இருக்குது. ഇവங்க ഫാമിംഗ് பண்ணுறது ഇപ്പോൾ தான் ഫസ്റ്റ് ടൈം பார்க்குறோம். കൃഷിയിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന അടുത്ത മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഇവിടെ ആവറേജ് ചെറുകിട കർഷകരെല്ലാവരും ഇവിടെയാണെങ്കിലും വട്ടവടയിലാണെങ്കിലും ഈവൻ ദോ ഈ മഹാബലേശ്വരിലാണെങ്കിൽ പോലും ഈ ക്രോപ്പ് ഈ സീസണിൽ തീർന്നു. കാരണം ഒരു സീസൺ കൊണ്ട് ഇതിൻ്റെ സൈക്കിൾ അവസാനിക്കുകയാണ് ഈ തൈയിൻ്റെ. അപ്പോൾ നമ്മളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന എനിക്കൊരു 6 മാസം 7 മാസം വരെ നമുക്ക് ഫ്രൂട്ട് കിട്ടാവുന്ന രീതിയിലാണ് ഇപ്പം തൈ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഈ തൈയുടെ ക്രോപ്പ് തീരുമ്പോഴേക്കും അടുത്ത ഫ്രൂട്ടിങ് തുടങ്ങും. അതിനുള്ള ലെവലിൽ ഇപ്പോൾ അടുത്ത മാസം തൊട്ട് നമ്മൾ റീപ്ലാന്റേഷൻ തുടങ്ങും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഉണ്ടാകുന്ന സ്റ്റഫ് നമ്മൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ക്രോപ്പ് തീരുന്നതിന് മുമ്പ് അടുത്ത ക്രോപ്പ് പ്ലാന്റ് ചെയ്യും. അപ്പോൾ 12 മാസവും ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് ഒരു 850-900 ഗസ്റ്റുകൾ ഇന്നലെ വന്നു. ഇവരൊക്കെ മൂന്നാറും ഒരുപാട് അകലിപ്പോൾ കണ്ടില്ല. അവിടെ കണ്ട ഗസ്റ്റുകൾ മധുരയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഫാം കാണണമെങ്കിൽ ഒരു 4 മാസം സാധാരണ കാന്തല്ലൂർ. ഇത് ഫ്രൂട്ടോടുകൂടി ഫാം നമുക്ക് 12 മാസവും. കാരണം ഇവിടെ ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. മഴ എന്ന് വെച്ചാൽ ഹെവി റെയിൻ, വിൻഡ് നമ്മൾ എടുത്തുകൊണ്ട് പോകും, അത്ര വലിയ കാറ്റാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചല്ലേ, ഇപ്പോഴത്തെ ചെടി സ്വല്പം ചെറുതായി നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കാറ്റ് പിടിക്കാത്ത രീതിയിലുള്ള തൈയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വലിയ തൈയാണെങ്കിൽ കാറ്റിലടിച്ചു പോയി. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു 4-5 വെറൈറ്റി 2 വർഷം കൊണ്ട് കൃഷി ചെയ്തിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിനും അറ്റ്മോസ്ഫിയറിനും ക്രോപ്പിനും മണ്ണിനും പറ്റുന്ന 2 ഐറ്റത്തിലേക്ക് നമ്മൾ അറിയിക്കും. അപ്പോൾ നമുക്ക് 12 മാസവും സ്ട്രോബെറി ഇവിടെ അവൈലബിൾ ആയിരിക്കും. കൃത്യമായ പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ള കൃഷിയാണ് ബെറികളുടേത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തടയാൻ ഇലക്ട്രിക് ഫെൻസിങ്ങും സ്ട്രോബെറി പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വലകളും ഫാമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം കാശ്മീരിലെ കാലാവസ്ഥയാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രോബെറിക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ലപോലെ വളരും. മാത്രമല്ല ഇവിടെ വളരുന്ന സ്ട്രോബെറിക്ക് മറ്റെവിടെയും വളരുന്നേക്കാളും സ്വീറ്റും അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും എല്ലാം നല്ല വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 2-3 തരം സ്ട്രോബെറീസാണ് ഇവിടെ വളർത്തുന്നത്. നബീല, വിന്റർ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 തരം ഫ്രൂട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഫാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഫാം വിസിറ്റ് എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു 12 ഏക്കർ സ്ഥലം ഫുൾ സ്ട്രോബെറി കൃഷി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഫാം വിസിറ്റിങ്ങും. ഇവിടെ വന്നാൽ നമ്മുടെ സ്ട്രോബെറിയുടെ എല്ലാതരം പ്രൊഡക്റ്റുകളും നമുക്ക് പർച്ചേസ് ചെയ്യാം, അതുപോലെ ആസ്വദിക്കാം. അതുപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കൃഷി ലാഭകരമാകണമെങ്കിൽ കൃഷി ശാസ്ത്രീയമാകണം, ഉൽപാദനക്ഷമത കൂടണം.
കാർഷിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഉപയോഗപ്പെടുത്തിയാലേ കൃഷി വിജയകരമാവുകയുള്ളൂ. ഫാമിങ്ങിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നൊരു മെക്കാനിസം, ഈ കൃഷി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ഫ്രൂട്ട്സ്, സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് വാല്യുവേഷൻ, ഇതെല്ലാം കിട്ടണമെങ്കിൽ കൃഷി സയൻറ്റിഫിക്കായിട്ട് ചെയ്താലേ ഒക്കുള്ളൂ. സാധാരണ ഈ ഇന്ത്യൻ ഫാർമർ ബോൺ ഇൻ ഡെപ്റ്റ്, ലിവ്സ് ഇൻ ഡെപ്റ്റ്, ഡൈസ് ഇൻ ഡെപ്റ്റ്, ആ കൺസെപ്റ്റ് ഇന്നത്തെ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് 2-3 നമ്മുടെ തലമുറകൾ അനുഭവിച്ച് കഴിഞ്ഞതാണ്. ഇന്നത്തെ ജനറേഷനെ കൃഷിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ന്യായമായ ഔട്ട്പുട്ട് വേണം, ഇൻകം വേണം, അവൻ എൻഗേജ്ഡ് ആയിരിക്കണം. അതൊരു എൻ്റർടൈൻമെൻറ്റ് ലെവലിലേക്ക് കൃഷി ചെയ്യണം. കൃഷി എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ പാടത്ത് വരുന്നതിൽ ആരൊന്നും തയ്യാറാവില്ല. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഹരിയാനയിലും രാജസ്ഥാനിലും പഞ്ചാബിലൊക്കെ പോയാൽ കാണാം, ഹൈടെക് ബെൻസില കർഷകർ ഫാമിലേക്ക് വരുന്നത്, കാളവണ്ടിയിൽ വന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, പഴയ ഓർത്തഡോക്സ് സ്റ്റൈലിൽ കൃഷിയിൽ നിന്ന് മാറി നമ്മളിപ്പോൾ ഒരു 50% ഷിഫ്റ്റ് ചെയ്തു. ഇനി ഒരു 2 വർഷം കൂടി കഴിയുമ്പോൾ ഫുള്ളി നമ്മളിപ്പോഴത്തെ എല്ലാ ടെക്നോളജിയും കിട്ടാവുന്ന എല്ലാം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് മോഡേണായിട്ട് കൃഷി ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. മധു നുകരാനെത്തുന്ന തേനീച്ചകളും കൃഷിയിൽ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. പരാഗണം സുഗമമാക്കുന്നതിനായി നിരവധി തേനീച്ചപ്പെട്ടികളും ഫാമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തേനിൽ നിന്നുള്ള അധിക വരുമാനവും ഫാമിന് ഒരു മുതൽക്കൂട്ടാണ്. ചെയർമാനും തൊഴിലാളികളും ഒത്തുചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് കാന്തല്ലൂർ ബെറീസിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയും കേട്ടും ഓരോരുത്തർക്കുമുള്ള ചുമതലകൾ വിശദീകരിച്ചും കൃഷിയിടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചുമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഫാം മുന്നോട്ടു പോകുന്നത്. കൃത്യത കൃഷിരീതികളാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. പ്രകൃതി സൗഹൃദ കൃഷിയുടെ ഭാഗമായി ചുറ്റിലും ചെണ്ടുമല്ലി തൈകളും പരിപാലിക്കുന്നുണ്ട്. ഒപ്പം സൂര്യകാന്തി പൂക്കളുടെ ശോഭയും ഫാമിന് മാറ്റുകൂട്ടുകയാണ്. ഫാമിൽ സ്ഥിരമായി 20ഓളം തൊഴിലാളികളുണ്ട്. തൈകൾ നടുന്ന അവസരങ്ങളിലെല്ലാം കൂടുതൽ പ്രാദേശിക തൊഴിലാളികൾ ജോലിക്കെത്തും. ഞങ്ങൾക്ക് കൃഷിപ്പണിയാണ്, ആദ്യമേ ഞങ്ങൾ കൃഷിപ്പണിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പണിയില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് പണിയെടുക്കുന്നത് കൊണ്ട് 10 പേർക്കും നല്ല ഒരു വരുമാനമുണ്ട്. ഇവിടുത്തെ ബ്ലോക്ക് എ ബ്ലോക്ക് തൊട്ട് ഐ ബ്ലോക്ക് വരെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓരോരോ ബ്ലോക്കാണ്, 10 പെണ്ണുങ്ങൾക്ക് ഓരോരോ ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ആ ചെടിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവിടെ സൂപ്പർവൈസർ എടുത്ത് ഇൻഫോം ചെയ്യും. അപ്പോൾ അത് അവർ പറഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ മരുന്ന് ഒളിക്കാൻ പറയും, ഏതെങ്കിലും അതിന് മെഡിസിൻ എന്തെങ്കിലും ഒളിക്കാൻ പറയൂ, അപ്പോൾ അത് ഒളിക്കും. പിന്നെ 10 പേര് വന്നിട്ട് ഓരോരോ ബ്ലോക്കിലും വെള്ളം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. ഓരോരുത്തരായിട്ട് അവരുടെ സ്വന്തം കൃഷിപ്പണിയെ പോലെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ഇത് അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് ഈ സ്ട്രോബെറിയൊക്കെ ഞങ്ങൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ടോ അതേപോലെയാണ് ഈ സ്ട്രോബെറിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അതേപോലെ അത് ഞങ്ങൾക്ക് അതിനുള്ള സാലറികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സാറുമാർ അതിൻ്റെ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പണിക്കാർ ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ അതിനുള്ള കാര്യങ്ങൾക്ക് വെള്ളവും ചാണകവളവും എല്ലാം ഞങ്ങൾ ചേർത്ത് അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഗസ്റ്റുകൾ ഇവിടെ കേരളത്തിൽ വന്ന് നമ്മൾ ഏറ്റവും ഗസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു 12 ഏക്കർ തോട്ടമാണ്, വലിയ തോട്ടമാണ്. ഈ തോട്ടത്തിൽ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചു പോകുന്നുണ്ട്. 5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കും 2.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കും ഉപയോഗിച്ചാണ് ജലസേചനം നടത്തുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ ആയതിനാൽ ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ചുവട്ടിലെത്തുന്നത് ചെടിയുടെ വളർച്ചയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ കാന്തല്ലൂർ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ കൂൾ സീസൺ വെജിറ്റബിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ കാന്തല്ലൂർ പഞ്ചായത്ത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കർഷകർ പുതുതായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് സ്ട്രോബെറി കൃഷി. ഇവിടെ സ്ട്രോബെറി കൃഷി നമ്മുടെ പ്രദീപ് കുമാർ ചേട്ടൻ ഏകദേശം 15 ഏക്കറോളം സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ വേറെ 8-9ഓളം കർഷകരും സ്ട്രോബെറി കൃഷി നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ പ്രദീപ് കുമാർ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി സയൻറ്റിഫിക് രീതിയിലാണ് ഈ കൃഷി അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്ന നല്ല രീതിയിലുള്ള വരുമാനവും പുള്ളിക്ക് ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ട സാങ്കേതിക സഹായങ്ങൾ കൃഷിവകുപ്പ് നൽകി വരുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പിന്തുണയോടെ ഇടുക്കിയിൽ സ്ട്രോബെറി കൃഷിയിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
നിലവിൽ നമ്മൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒട്ടനവധി പദ്ധതികൾ ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് കാന്തല്ലൂർ. ഇവിടെ പ്രധാനമായിട്ടും സ്ട്രോബെറിയിൽ നല്ലൊരു മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കാന്തല്ലൂരിലും വട്ടവടയിലും കൂടിയിട്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 150ഓളം കർഷകർ ഒരു 60 ഹെക്ടറോളം സ്ഥലത്ത് ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട സ്ട്രോബെറികൾ കൃഷി ചെയ്യുന്നുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഒരു യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ഈ പഞ്ചായത്തിലും വട്ടവട പഞ്ചായത്തിലും അതുപോലെ ദേവളം ബ്ലോക്കിലും മൊത്തത്തിൽ സ്ട്രോബെറി കൃഷിയിൽ വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഹെക്ടർ സ്ട്രോബെറി കൃഷി ചെയ്യുന്നതിലേക്കായി നമ്മൾ 2 ലക്ഷം രൂപ മൊത്തം പദ്ധതി ചെലവും അതിൻ്റെ 40% സബ്സിഡിയായ 80,000 രൂപ നമ്മൾ കൊടുത്തു വരുന്നു. ഇതുകൂടാതെ പ്ലാസ്റ്റിക് മൾച്ചിങ്ങിന് നമ്മൾ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് 18,400 രൂപയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കളം മുളയ്ക്കാതെയും ഈ ചെടികൾക്ക് ആവശ്യമായ വളം ഒട്ടും നഷ്ടപ്പെടാതെ അതുപോലെ വെള്ളം നഷ്ടപ്പെടാതെയും ചെടികൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ ഈ പദ്ധതിയുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ സംസ്കരണത്തിനായി അദ്ദേഹത്തിനൊരു ഫാം ഗേറ്റ് പാക്ക് ഹൗസും ഒരു റീറ്റെയിൽ വാനും പിന്നെ ഒരു റീറ്റെയിൽഡ് മാർക്കറ്റിൻ്റെയും കൂടി പ്രൊപ്പോസലിന് വേണ്ടി അദ്ദേഹം സമീപിച്ചിട്ടുണ്ട്. പിന്നെ ഈ കർഷകർക്ക് മെയിനായിട്ടുള്ളൊരു ഈ സ്ട്രോബെറി കൃഷിയിലൊരു പ്രശ്നമായിരുന്നു ഈ ഫ്രൂട്ട്സിൽ ഇപ്പം മയിൽ അതുപോലെ കിളികളുടെ ശല്യം. അത് ഒരു ഫ്രൂട്ട്സിൽ കൊത്തിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ കർഷകർക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് അവർ ഈ ആൻറ്റി ബേർഡ് നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനും നമ്മൾ ഒരു ഹെക്ടറിന് 1,75,000 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ മാതൃകയിലുള്ള സാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തി കൃഷിയിൽ നിന്നും പരമാവധി ഉൽപ്പന്നക്ഷമത കൈവരിക്കുകയാണ് കാന്തല്ലൂർ ബെറീസിൻ്റെ ലക്ഷ്യം. കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേൽ ഈ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തി ഓരോ ഐറ്റവും നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ക്രോപ്പുകൾ വരെ അതിന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ഇസ്രായേൽ വിസിറ്റ് ചെയ്തു. ഇന്ത്യ ഇസ്രായേൽ കമ്മ്യൂണിറ്റിയിലെ ഒരു ഇവിടുത്തെ മെമ്പറാണ്. എൻ്റെ ലീഡർഷിപ്പിലാണ് ഈ കണ്ണൻദേവൻ ഹിൽസിൻ്റെ ചായയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഇസ്രായേൽ ടെക്നോളജി കൊണ്ടുവരാനായി ടീമിനെ ഞാൻ കൊണ്ടുവന്നാണ് കൃഷ്ണകുമാറുള്ള സമയത്ത് ഇവിടെ ഡെപ്യൂട്ടി ചെയ്തിരുന്നത്. ഇവരുടെ ടെക്നോളജി എന്ന് വെച്ചാൽ ഞാൻ ഇസ്രായേൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പോമർഗ്രാനൈറ്റ് പൊതിക്കാത്ത തേങ്ങയുടെ സൈസിലുള്ളതാണ്. നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. എന്ത് സാധനവും നമ്മൾ ചിന്തിക്കാത്ത ലെവലിലേക്ക് ഈ സെയിം മെക്കാനിസം അവരുടെ ടെക്നിക്കും ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്താൽ മാക്സിമം ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാന്റിൽ നിന്ന് 1 കിലോ തൊട്ട് 1.5 കിലോ വരെ ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്ന അവർ 10 കിലോ ആക്കി തരും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്താ? അവർ ഇൻപുട്ട് ഈസ് ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക, കൂടുതൽ ക്രോപ്പ് ഉണ്ടാക്കുക. അത് നമ്മൾ അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ ഇസ്രായേലി ടെക്നോളജി ഐ ആം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഹിയർ ഓൾസോ. സഹ്യന്റെ വിരിമാറിൽ ആധുനിക രീതിയിൽ സ്ട്രോബെറി കൃഷിയിലൂടെ വിജയഗാഥ തീർക്കുകയാണ് കാന്തല്ലൂർ ബെറീസ്. കാന്തല്ലൂർ ബെറീസിലൂടെ കാന്തല്ലൂരിൻ്റെ പ്രശസ്തി ലോകം കീഴടക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9311224441